LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ മധുരയിലെ CPM പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ദീപക് ധർമ്മടത്തിനൊപ്പം ചേരുന്നുണ്ട്. കുറേ അധികം സമകാലിക രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ദീപക്കിന്. ദീപക്കിലേക്കും ടി പി രാമകൃഷ്ണനിലേക്കും. LDF കൺവീനറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്നലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ LDFന് എന്ത് പറയാനുണ്ട്? പ്രത്യേകിച്ചും കേരളത്തിൽ മൂന്നാം ഭരണ തുടർച്ചയിലേക്ക് സർക്കാർ ലക്ഷ്യം വെച്ച് പാർട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരമൊരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരമൊരു നടപടി വരുമ്പോൾ അതെങ്ങനെ LDFനെ ബാധിക്കുമെന്നുള്ളത് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തത്സമയം നമ്മളോട്, അദ്ദേഹം ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന 24നോടാണ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ആവേശം, സന്തോഷവതനായ പിണറായി വിജയൻ, ഇതാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ നടപടിയിലേക്ക് കടക്കും. അല്ല, പിണറായി ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതമാകെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും വളരെ പ്രതികൂലമായ സാഹചര്യത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിണറായിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തലങ്ങളിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലും പിണറായിക്കെതിരായിട്ട് വ്യാപകമായ സത്യവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച്, ആരോപണങ്ങൾ ഉന്നയിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കേരളം 91 MLA-മാരുടെ പിന്തുണയോടുകൂടി അദ്ദേഹമാണ് അധികാരത്തിൽ വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 91 MLA-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. 2016 കഴിഞ്ഞ് 2021 എത്തുമ്പോൾ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 99 എത്തി. 1991 നിന്ന് 99 എത്തി 2021. ഈ ഒരു അന്തരീക്ഷം തുടരുകയാണ് ചെയ്യുന്നത്. പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വ്യത്യസ്തമായ ജനവിധി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ച് മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് വന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പിണറായിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പിണറായിക്കെതിരായിട്ട് മാത്രമല്ല, പിണറായിയുടെ കുടുംബത്തിനെതിരായി, അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കേരളത്തിൽ മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ സംഘടിതമായ നീക്കം ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിച്ചില്ലേ? വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടി മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ച സമയത്ത് കോടതി അത് അംഗീകരിച്ചില്ല, കോടതിയെ തള്ളിക്കളഞ്ഞു. അത്തരമൊരു സാഹചര്യം നിൽക്കുന്ന സമയത്ത് ഈ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ ഗൂഢനീക്കങ്ങളുണ്ട്. അത് UDF ഉണ്ട്, BJP ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഈ നീക്കം നടത്തുന്നത്. കേരള ജനത അതിനെ നേരിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ ജനങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്താൻ ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ട് വഴിവെക്കില്ല. ഇതിനെ നേരിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഒരു തരത്തിലും സഖാവ് പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയോ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ഒരു കാരണവശാലും ഇത് തളർത്താൻ അനുവദിക്കില്ല. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് ഇത്തരം ഒരു കേന്ദ്ര ഏജൻസിയുടെ നീക്കം. അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകുകയാണ് ചെയ്തത്. ഇതിൽ ഒരു എന്താണ് സംശയിക്കുന്നത്? മറ്റൊന്ന്, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ എടുക്കുന്നു, നയരേഖ അംഗീകരിക്കുന്നു, അതിൻ്റെ തുടർച്ചയായി പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. യെസ്, അതെ, അതൊരു യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം ഇപ്പം കേരളം ഒരു പുതിയ വികസന രേഖ അംഗീകരിക്കുന്നിടത്തിലേക്ക് എത്തിയത് ജനങ്ങൾ ഈ ഗവൺമെന്റിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജനക്ഷേമ നടപടികൾ, വൻകിട വികസന പ്രവർത്തനങ്ങൾ, പുതിയ നിക്ഷേപങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വൻതോതിൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത നില വരികയാണ്. UDF എന്ത് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചാലും അവരെ പിന്തുണയ്ക്കുന്ന ഏതാനും ചില മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പ്രചാരണ വേല നടത്തി കഴിഞ്ഞാലും ജനങ്ങളുടെ അനുഭവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിയുടെ രാജി BJP ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു, കോൺഗ്രസ് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. പാർട്ടിയുടെ നിലപാടാണ് അതാണല്ലോ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി. അതല്ലേ ഇവിടെ BJPന്റെ പ്രസിഡന്റ് ചില സന്ദർഭത്തിൽ ചില പ്രശ്നങ്ങൾ പറയും, അത് ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയും, അല്ലെ പ്രതിപക്ഷ നേതാവ് പറയും, അത് BJP ഏറ്റുപിടിക്കും. അപ്പൊ UDF-ഉം BJP-യും തമ്മിലുള്ള ഈ ഒരു നെക്സസ്, ഈ ഒരു ബന്ധം
ഇത് കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ഒരു വ്യക്തതയുണ്ടല്ലോ. പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്തതും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കണ്ടെത്തിയതുമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കണ്ടെത്തുകയും ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ തന്നെ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പാർട്ടിക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ പ്രശ്നങ്ങളോ ഈ വിഷയങ്ങളിലില്ല. പാർട്ടി ഏകകണ്ഠമായി നിന്നുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. CPM-നും നേതൃത്വമാണ് അദ്ദേഹം, ഗവൺമെന്റിനും നേതൃത്വമാണ്. ആ ഒരു അംഗീകാരം നേടിയെടുത്തത് അവർക്ക് വളരെ അങ്ങേയറ്റത്തെ അലോസരം സൃഷ്ടിച്ചിട്ടുണ്ട് UDF-നകത്തും BJP-ക്കകത്തും. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾക്ക് കേന്ദ്ര മന്ത്രാലയങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് നീക്കങ്ങളുടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ അതിജീവിച്ച് കേരളം മുന്നോട്ട് പോകും, ജനങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെ ഒരു തരത്തിലും ദുർബലപ്പെടുത്താൻ ഈ നിലപാട് ഇടവരുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പാർട്ടി കോൺഗ്രസ് സമയത്ത് ഇത്തരത്തിൽ അനുമതി നൽകിയതിന് പുറകിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? കാരണം പിണറായി ശക്തനായി മാറുന്നു, കൂടുതൽ ജനപിന്തുണ കിട്ടുന്നു, അത്തരത്തിലൊരു ഘട്ടത്തിലാണ്. പിണറായിയുടെ ഇമേജ് തകർക്കുന്നതിന് വേണ്ടി എല്ലാ സന്ദർഭങ്ങളിലും അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന. അതേ പാർട്ടി കോൺഗ്രസ് തന്നെ രാജിവെക്കണം, CPM-ന്റെ നേതൃത്വത്തിന് രാജിവെക്കണം എന്നുള്ള ആവശ്യം വരുന്നല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം, PB അംഗത്തിന് രാജിവെക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളല്ലേ അവർ ഉന്നയിക്കുന്നത്. അപ്പൊ എന്താണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ലേ? പാർട്ടി കോൺഗ്രസും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അനുഭവപ്പെട്ടതുപോലെ അദ്ദേഹത്തിലുള്ള വിശ്വാസം ആവർത്തിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ ഇന്ത്യയിലെ സമുന്നതമായ നേതൃത്വത്തിലുള്ള ഈ നില തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ചർച്ചകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനം. പാർട്ടി മുന്നണിയും ഇനി എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? പാർട്ടി മുന്നണി ഇതിനെ ശക്തമായിട്ട് നേരിടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾ ഈ മുന്നണിയിലും പാർട്ടിയിലും വിശ്വാസം അർപ്പിച്ച് നിൽക്കുകയാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായി മുന്നോട്ട് പോകും. അത് വരാനിരിക്കുന്ന നാളുകൾ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ തെളിയിക്കാൻ പോവുകയാണ്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ LDF കൺവീനർ പറഞ്ഞു, പാർട്ടി ചർച്ച ചെയ്തു തള്ളിക്കളഞ്ഞ ആരോപണമാണ്. പാർട്ടി ഒറ്റക്കെട്ടായി പിണറായിക്കൊപ്പം ഉണ്ടാകും, മൂന്നാം ഭരണ തുടർച്ചയിലേക്ക് പോകുന്നതിന് തടയിടാനുള്ള നീക്കമാണിതെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് മധുരയിൽ നിന്നും LDF കൺവീനർ TP രാമകൃഷ്ണനുമായി ദീർഘനേരം സംസാരിച്ചത്. അപ്പോൾ ഈ പറയുന്ന SFIO കേസിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന SFIOയുടെ ഈ പറയുന്ന വിചാരണ അനുമതി അല്ലെങ്കിൽ കുറ്റം ചാർത്തിക്കൊണ്ടുള്ള സമർപ്പിക്കാൻ പോകുന്ന കുറ്റപത്രം, അപ്പോൾ അതൊക്കെ അവിടെയും ഒഫീഷ്യലി അല്ലെങ്കിൽ കൂടി ഒഫീഷ്യലി ചർച്ചയാവുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ ചർച്ചയാവുന്നുണ്ടെങ്കിലും പറയുന്നത് മൂന്നാമതും വരാതിരിക്കാനുള്ള ഒരു ആയുധം അതിനുവേണ്ടി പറയുമ്പോൾ പോലും എന്തിനാണ് ചെയ്ത് എന്ത് ജോലിക്കാണ് 2.25 കോടി കിട്ടിയത് എന്ന ചോദ്യം